എന്റെ മകൾ അമ്മുവിനോട് ഒട്ടും മര്യാദയില്ലാതെ നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് പെരുമാറിയില്ലേ? അവളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു, അതും അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്റെ ആദ്യ ഭാര്യ ശിവരഞ്ജനിയിൽ എനിക്ക് ജനിച്ച മോളാണ് അമ്മു. അത് തെളിയിക്കാൻ സ്വന്തം ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ എന്റെ മോൾ കൊണ്ടുവരേണ്ടത്? പറ. ഞാൻ തരാത്. നിങ്ങളുടെ കലി അടങ്ങട്ടെ. രാമനുണ്ണി അവളുടെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവാ. നിങ്ങളുടെ ശിഷ്യയോട് ഒരു വാക്ക് ചോദിച്ചത് മതിയായിരുന്നില്ലേ ഗുരുനാഥ? പബ്ലിക്കായിട്ട് നടത്തിയ ആ പരാക്രമം. നിങ്ങളെ കാണാൻ കോളേജിൽ എത്തിയപ്പോഴാ നിങ്ങൾ പോയി നിറഞ്ഞത്. അവിടെ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല എന്റെ പെരുമാറ്റം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു പെണ്ണിനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പുരുഷൻ അപമാനിച്ചാൽ അയാൾക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുണ്ട്. പറയുന്ന ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണനാണ്. കരുതിയിരുന്നു നിങ്ങൾ. എന്തൊക്കെയത്? നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങള്. അതിനപ്പുറം മറ്റെന്തൊക്കെയോ. അയാൾ ഇപ്പൊ പറഞ്ഞത് സത്യമാകാതിരിക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സംയമനം പാലിക്കേണ്ടതായിരുന്നു. എങ്കിലും അമ്മൂന് എന്നോട് ഇക്കാര്യം തുറന്നു പറയായിരുന്നല്ലോ. അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരു അവസരം കൊടുത്തിരുന്നോ? സർ പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ട്. ഇനി മിണ്ടരുത്. നാക്കെടുത്താ കള്ളം പറയാനേ നിനക്ക് കഴിയൂ. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിന്നെ കാണണ്ട.
മതിയായി നിന്നോടടുത്തുള്ള ജീവിതം. അതെ, ശരിയാവില്ല. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഭേദം പിരിയുന്നത് തന്നെയാ. അച്ഛാ, അച്ഛാ, അച്ഛൻ പോവല്ലേ അച്ഛാ? പച്ച മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, തന്തയ്ക്ക് പിറന്നവൻ അല്ലെങ്കിൽ തന്തയ്ക്ക് പിറന്നവൾ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ തനിക്ക്? അച്ഛൻ ആരാണെന്ന് അറിയുന്നവനാണ് തന്തയ്ക്ക് പിറന്നവൻ. തനിക്കറിയോ തന്റെ അച്ഛൻ ആരാണെന്ന്? തനിക്ക് മാത്രം രണ്ടച്ഛനോ? അതോ അമ്മ പറഞ്ഞോ രണ്ടുപേരും തന്റെ അച്ഛന്മാരാണെന്ന്? ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? എന്ത് പറ്റിയ അമ്മൂസിന്? വന്നപ്പോ മുതൽ മുഖത്ത് തളർച്ചയുണ്ടല്ലോ. ഇനിയെങ്ങാനും ഉറങ്ങിപ്പോയോ? മോളെ, ഫോൺ ബില്ലടിക്കുന്ന കേൾക്കുന്നില്ലേ? ശോ, ഇതെന്തെടുക്കാണാവോ? മോളെ, അമ്മൂസേ, ഇതെവിടെ പോയി അവള്? അമ്മോ, അമ്മൂസേ, അമ്മോ, അമ്മൂസേ, അമ്മോ, മോളെ, അയ്യോ അമ്മൂസേ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, മോളെ, അയ്യോ അമ്മോ, ദൈവമേ ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ. ഈ ചന്ദ്ര എവിടെ പോയി കിടക്കുന്നു? അയ്യോ ദൈവമേ, മോളെ. അമ്മുല്ലേ? അമ്മുന്റെ സാറാ ഞാൻ, അരുൺകുമാർ. ഇതെന്റെ വൈഫാ. അമ്മുനെ ഒന്ന് വിളിക്കുവോ? അമ്മ മോള് അവിടെ കൈമുറിച്ച് ബോധമില്ലാതെ. എവിടെ? അയ്യോ, ബാത്റൂമിൽ. സാർ വേണമെങ്കിൽ പോയിക്കോളൂ. അമ്മുന്റെ അച്ഛനെയും അമ്മയും വിവരം അറിയിക്കണം. സാറിനെ ഞാൻ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. മേഡം ഏതോ മീറ്റിംഗിലാ, ഓഫീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഉവ്വ്.
ഡോക്ടർ, യെസ്, അമ്മൂന് ഭയങ്കരമായി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഹാർട്ട് വളരെ വീക്കാ. പിന്നെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കുറഞ്ഞിട്ടുണ്ട്. ബ്രെയിൻ സെൽസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പാരാലിസിസ് സംഭവിക്കാനിടയുണ്ട്. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാ. അത് കണ്ടെത്തണം. എന്റേത് സെയിം ഗ്രൂപ്പാ ഡോക്ടർ. ഓക്കെ, ലാബിൽ ചെന്ന് നിങ്ങളുടെ ബ്ലഡ് അവരുടെ ബ്ലഡുമായി മാച്ച് ചെയ്യുമോ നോക്കണം. സിസ്റ്റർ, ഇവരെ ലാബിലേക്ക് കൊണ്ടുപോകും ബ്ലഡ് ടെസ്റ്റിന്. ശരി ഡോക്ടർ, വരും. ഡോക്ടർ ഇപ്പോഴും ക്രിട്ടിക്കൽ തന്നെയാണോ? യെസ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, സിസ്റ്റർ, IC എവിടെയാ? നേരെ പോയാൽ മതി. ചന്ദ്ര, എന്താ ചന്ദ്ര എന്റെ മോൾക്ക് പറ്റിയത്? മോളിന്ന് നേരത്തെ കോളേജിൽ നിന്ന് വന്നു. എന്താ സംഭവിച്ചെന്ന് അറിയില്ല മാഡം. ദമയന്തി ചെന്ന് നോക്കുമ്പോ കുളിമുറിയില് മാഡം, എന്റെ മോൾ ഇങ്ങനെ ചെയ്യാനും മാത്രം എന്താ സാർ സംഭവിച്ചത്? അത് പിന്നെ അമ്മൂന് ബോധം തെളിയട്ടെ. എല്ലാം നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. എന്റെ ഈശ്വര, എന്താണോ എന്റെ മോൾക്ക് സംഭവിച്ചത്? എന്റെ ചോറ്റാനിക്കര ഭഗവതി, ആപത്തൊന്നും വരുത്തല്ലേ. സിസ്റ്റർ, ഞാൻ അമ്മുവിന്റെ അമ്മയാണ്. എനിക്ക് അവളെ ഒന്ന് കാണണം സിസ്റ്റർ. ഇപ്പൊ വിസിറ്റേഴ്സിന് പെർമിഷൻ ഇല്ല. പ്ലീസ്. ICU എവിടെയാ? അവിടെ തന്നെ. വാ മോളെ. നീ ഇറങ്ങുന്നില്ലേ? വരട്ടടി. സംസാരിച്ച് നിന്നാ വീട്ടിലെത്താൻ ലേറ്റ് ആവും. പോട്ടെ. ഒരു മനസ്സമാധാനം ഇല്ല. ആ അമ്മൂനെ എത്ര വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി, ബൈ. ബൈ. ആ, എന്താ മുത്തശ്ശി? മോളെ, മുത്തശ്ശിയുള്ള ഓട്സ് തീർന്നു പോയി. വരുമ്പോ വാങ്ങാൻ മറക്കണ്ട. ആ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം മുത്തശ്ശി. ശരി. ഹലോ, ശ്വേതയല്ലേ? അതെ, ശ്വേതയാണ്. ആരാ? ഞാൻ അർജുൻ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എനിക്ക് ശ്വേതയെ അറിയാം. നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. എനിക്ക് ചെറിയൊരു ലോൺ വേണമായിരുന്നു. ലോണോ? അതെ, അതിന് ഞാൻ ബാങ്കിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്. അറിയാം. ഇതൊരു പേഴ്സണൽ ലോണാ. എനിക്കൊരു 5,000 റുപ്പീസ് അത്യാവശ്യമായിട്ട് വേണം. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം. എത്ര കൂളായിട്ടാ നിങ്ങൾ കാശ് ചോദിക്കുന്നത്? അതും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയമില്ലാത്ത എന്നോട്. ശ്വേതയുടെ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിലൊരു ചെറിയ സംഖ്യ എടുത്തിട്ട് എനിക്ക് തന്നുകൂടെ? കടമായിട്ട് മതി. അതിന് ആര് പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടെന്ന്? വിദേശത്ത് നിന്ന് പേരൻസ് അയക്കുന്ന NRI മണിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ആരാ നിങ്ങള്? പറഞ്ഞില്ലേ, ഞാൻ അർജുൻ. ശരി, നിങ്ങൾ നേരിട്ട് വരൂ. എന്തിനാ? പണം തരാനാണോ? അതെ. അതിന് ശ്വേത ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു അക്കൗണ്ട് നമ്പർ SMS ചെയ്യാം. അതിലേക്ക് ശ്വേത പണം ഇട്ടാൽ മതി. ഓക്കെ? ഹലോ, ഹലോ. ഓരോ അവന്മാര് പുതിയ നമ്പറും കണ്ടുപിടിച്ചോണ്ട് വന്നോളും.
അമ്മ ഹോസ്പിറ്റലിലാ ശിവദ, മെഡിക്കൽ മിഷനില്. ഹോസ്പിറ്റലിലോ? ഐസിയുല. ഐസിയുലോ? അവൾ കയ്യിലെ വെയിൻ മുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്താണ് കാരണമെന്ന് അറിയില്ല. എന്തെങ്കിലും നിനക്കറിയാമോ മോളെ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം ആന്റി. ഈശ്വര, ആന്റി, അമ്മൂന് എന്താ പറ്റിയേ? എന്റെ കുഞ്ഞിനെ അവരിതുവരെ ഒന്നും കാണിച്ചില്ല മോളെ. മയക്കത്തിലാണെന്നാ പറഞ്ഞത്. 2-3 കുപ്പി ബ്ലഡ് കൊടുത്തു. ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാ. ഞങ്ങളുടെ അറിവിൽ അമ്മ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ ഒരു കാരണവും കാണുന്നില്ല. എന്തിനാണാവോ അവളിങ്ങനെ? എന്തു പറ്റിയോ എന്റെ കുഞ്ഞിന്? ആരോടാ ഞാൻ ചോദിക്കേണ്ടത്? ആന്റി, ഒന്ന് വന്നേ. എന്താ മോളെ? ഒരു കാര്യം പറയാനുണ്ട്. വാ ആന്റി. എന്താ മോളെ? അരുൺകുമാർ സാർ എപ്പോഴാ വന്നേ? ഞാൻ വന്നപ്പോ അയാളും വൈഫും ഇവിടെയുണ്ട്. അമ്മ ഹോസ്പിറ്റലാണെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു? അവരെ അമ്മൂനെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു? ആന്റി, അവള് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണക്കാരൻ അയാളാ, ആ അരുൺകുമാർ. അയാൾ എന്ത് ചെയ്തു? അരുൺ സാർ അമ്മൂനെ അപമാനിച്ചു. അന്തസ്സും അഭിമാനമുള്ള ഒരു പെണ്ണും പിന്നെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കില്ല. സത്യമാണോ ഇത്? എന്റെ കുഞ്ഞിനെ അയാൾ എന്ത് ചെയ്തു? പറ മോളെ. ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ എഴുന്നേപ്പിച്ച് നിർത്തി തന്തയില്ലാത്തവളെന്നും പറഞ്ഞു പരിഹസിച്ചു. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആന്റി. അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. അവൾ അച്ഛനെ വിളിച്ചോണ്ട് വരികയും ചെയ്തു. എന്നിട്ടും അയാളെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അവളെ... അരുൺകുമാർ, ഇത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. അത് മാഡം, ഞാൻ കടക്ക് പുറത്ത്, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മാഡം ഒരു കാര്യം മാത്രം പറയാൻ എന്നെ... ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇറങ്ങി പോണം മിസ്റ്റർ. ചരു പോവാം. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കിപ്പോ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. എന്തിന്? ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ ചെയ്തത്. അതാ എല്ലാത്തിനും കാരണമായത്. ഇത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അമ്മൂനോട് അങ്ങനെ... അരുവേട്ടൻ അന്നങ്ങനെ സംസാരിച്ചതിന് തക്കതായ റീസൺസ് ഉണ്ട്. ഇപ്പോഴത്തെ ഇമോഷനിൽ അതേക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. സാരില്ല, എല്ലാം കലങ്ങി തെളിയും. ആ
കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ അപ്സെറ്റ് ആവാതെ തരുവേട്ടാ. അമ്മൂന് ഒരു അപകടവും സംഭവിക്കില്ല. ഉറക്കത്തിൽ നിന്നെന്ന പോലെ അവൾ ഉണർന്നെണീക്കും. വാ. മിസ്റ്റർ അരുൺകുമാർ, എന്റെ മോള് ജീവനോടുണ്ടോ അതോ മരിച്ചോ? പറ. സർ, അമ്മൂന് ഒരു അപകടവും സംഭവിക്കില്ല സർ. ഞങ്ങളാ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാ. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ വരും നിങ്ങളെ മുഖാമുഖം കാണാൻ. അപ്പോ ഈ രൂപത്തിലായിരിക്കില്ലെന്ന് മാത്രം.